നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും റെഗുലറായിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഇന്ന് ഒരു ഡ്രൈ ഡേ ആണ്. ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് യാതൊരു കോണ്ടന്റും ഇല്ല. കാരണം വെച്ചാൽ ഇന്നൊന്നും ഇല്ല, ലൈവ് തന്നെ ഇല്ല, ഇന്നൊരു സൺഡേ ആണല്ലോ അല്ലേ. പക്ഷേ ഓൺ ദ സെയിം ടൈം ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ക്യൂരിയോസിറ്റി തരുന്നൊരു കാര്യമാണ്. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സൺഡേയിൽ ലാലേട്ടൻ വരുന്ന സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ടാണല്ലോ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ഫോം വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ക്രിക്കറ്റർ ഭയങ്കര ഫോമിലിരിക്കുന്ന സമയത്ത് വൈകുന്നേരം മാച്ചിന് ഇറങ്ങുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്. കാരണം വെച്ചാൽ പുള്ളി നല്ല തകർപ്പും ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എല്ലാം നമ്മൾ കണ്ടുള്ള സീസണുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ലാലേട്ടൻ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സീസണാണ് ഇത്. പെർഫോം ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ താത്തിതാക്കില്ല, ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നല്ല, ലാലേട്ടനെ വെച്ചിട്ട് ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്ന നല്ല മാക്സിമം എന്നല്ല, ഇതിൽ കൂടുതൽ പറ്റും. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ട രീതിയിലുള്ള നല്ല അടിപൊളി നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ലാലേട്ടന് ഇതുപോലെ ആയിരിക്കണം, ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കണം എന്ന സംഗതികൾ കറക്റ്റായിട്ട് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സീസണാണെന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എസ്പെഷ്യലി അതിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഇന്ന് വൈൽഡ് കാർഡ് കയറുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റിയോട് കൂടി കേൾക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്നലെ ചിലപ്പോൾ ലാലേട്ടൻ അത്രയും ഫയർ ആയെങ്കിൽ ഇന്നും കുറച്ചൊരു അതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ജാൻമണി അതുപോലെ കുറച്ച് ആൾക്കാരായിട്ട് പൊരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. ജാൻമണിക്കൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. ഓക്കെ, നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് വൈൽഡ് കാർഡിലെ സീക്രട്ട് ഏജൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ. ഇതിൽ കുറച്ച് സ്പെഷ്യലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അതിനുള്ളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ ഉണ്ട്, ജാസ്മിൻ ഗബ്രി കോംബോ. അതിൽ ജാസ്മിൻ എന്നൊരു ഫാക്ടറുണ്ട്, അപ്പുറത്ത് നോറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ്. ഈ ഒരു സംഗതി പ്ലസ് ഇവിടുന്ന് പുറത്തുനിന്ന് ഇതെല്ലാം കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം പുറത്തുനിന്ന് പഠിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഇതിനെക്കുറിച്ച് പല വീഡിയോസിലൂടെ ഞാൻ സ്പെഷ്യലി പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഈ ബിഗ് ബോസ് സീക്രട്ട് ഏജൻറ്റ് എപ്പോഴും വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസ് അല്ല ഈ ബിഗ് ബോസിലെ കോണ്ടൻറ്റ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതുവരെ സായിൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ സായിയുടെ ഒപ്പീനിയൻ അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെയല്ല, അത് ഒരുവിധം കാര്യങ്ങളൊക്കെ തുറന്ന് നല്ല രീതിയിൽ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണൻ അല്ലേ. ഒരു കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. സായിയുടെ കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് ജാസ്മിൻ ഗബ്രി കോംബോനെ കുറിച്ചും ജാസ്മിനെ കുറിച്ചും നോറനെ കുറിച്ചും സായി പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ റെലവൻസ് ഞാൻ ഈ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം പറയാം. ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ഹൗസിൽ നിന്നല്ലാതെ പുറത്തുനിന്നുള്ള ഒരു പേഴ്സണൽ അടി പ്രശ്നമുണ്ട്. അതിനിപ്പോ അതിന്റെ ഉള്ളിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ രണ്ടാളും മണക്കും നാറും. അതുകൊണ്ട് രണ്ടാളും മിണ്ടാതിരിക്കുകയാണ്, വേറെ വിഷയമൊന്നുമല്ല. സംഗതി പുറത്തുനിന്ന് പറഞ്ഞ് സെറ്റാക്കി പോകുന്ന വർക്കൗട്ട് ആ ജിൻഡോ വിളിച്ചു, ഫോൺ വിളിച്ചു പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഞാൻ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സായി ഇവിടുന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. സായിക്ക് തന്നെ തിരിച്ചു കുത്താം. അത് കാരണം വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡെഫിനറ്റ്ലി എന്ത് വന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരാൾ ചെന്നിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് പറയുന്ന സമയത്ത് പുറത്ത് ആൾക്കാർ ചർച്ച ചെയ്യും ഡെഫിനറ്റ്ലി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിഷ്പക്ഷമായിട്ട് തന്നെ നമ്മൾ ഇതിനൊക്കെ എടുത്തിട്ടിടും, അതിനൊക്കെ വിമർശിക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ ഇപ്രാവശ്യം വിമർശനമല്ല കേട്ടോ. ഞാൻ ഇതിൽ പറയാൻ കാരണം എന്താ അറിയോ, സായിനായിട്ട് ഞാൻ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങൾ നടക്കുന്ന സമയത്തും. എസ്പെഷ്യലി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ജാസ്മിൻ അസ്ല ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഓക്കെ, ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. ഇതിന് മുന്നേ ഇവരൊരു ആപ്പിലുണ്ടായിരുന്ന സമയത്തും ഇതിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. ആ സമയത്തൊന്നും സീക്രട്ട് ഏജൻറ്റ് ഇല്ലെങ്കിലും സായി ഇതിൽ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനും നോറയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ആ ഇഷ്യൂ എന്താണെന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്നത് ഇവർ പുറത്തുനിന്ന് ഇപ്പോൾ സായി ഈ വീഡിയോയിൽ പറഞ്ഞു, സത്യം തന്നെയാണ്, പുറത്തുനിന്ന് തന്നെയാണ് നമ്മളോട് പല ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവർ തമ്മിൽ പുറത്തുനിന്ന് തന്നെ സംഗതി കംപ്ലീറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് ഇവർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷേ ബിഗ് ബോസ് ഹൗസാണ്, പ്രഷർ കുക്കറാണ്, അതിനുള്ളിൽ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നോറ പൊട്ടിച്ചിട്ടുള്ളൊരു സംഭവം, അവിടെ ജാസ്മിൻ അത്രയും ഒരു പക്ഷേ ചിലപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ധാരണ, അപ്പോൾ ജിൻഡോ മാത്രമല്ല അതിൽ കേസ്, ജിൻഡോ പറഞ്ഞാൽ മാത്രമല്ല, ഇപ്പോൾ സായി പറഞ്ഞ പോലെ ജിൻഡോ മാത്രമല്ല, അവിടെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിനാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് നോറയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. കാരണം അവർ തമ്മിൽ അത്രയ്ക്ക് വലിയ പ്രശ്നമാണ് പേഴ്സണൽ ലൈഫിൽ. അത് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള അടിപിടി, ഇപ്പോൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പോലെയല്ല, രണ്ടുപേരുടെയും പേഴ്സണൽ ലൈഫ് അവരുടെ എനിക്കത് ആ വാക്ക് പറയാൻ വയ്യ, അവരുടെ ആ ലൈഫിനെ സംബന്ധിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്
കുറച്ച് വളരെ അതീവ രഹസ്യമായിട്ടുള്ള സംഗതികൾ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ഇത് രണ്ടും കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ നാറുകയെന്ന് മാത്രമല്ല രണ്ടുപേരും തീരുന്ന രീതിയിലുള്ള സംഗതികളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ചെറിയൊരു കേസിൽ അവിടെ ആരാണ് ഈ നമ്പർ തന്നതെന്നുള്ള നോറ സംഗതി എടുത്തിട്ട് ആ പേരുകളൊക്കെ അവിടെ എടുത്തിട്ട്, പക്ഷേ ആ സംഭവം അവിടെ തന്നെ കോംപ്രമൈസ് ആയ പോലെ സംഗതി മുന്നോട്ട് പോയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ജാസ്മിൻ അവിടെ മിണ്ടാതായി, പിന്നീട് നോറി മിണ്ടാതായി, പിന്നെ അത് കരച്ചിലേക്ക് പോയി, രണ്ടുപേരും സ്പ്ലിറ്റായി. അവിടെ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി രശ്മിൻ അത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. അവിടെ ആരെയും അറിയിക്കാതിരുന്നു. സത്യാവസ്ഥ തന്നെയാണ്. ഇനി ഇതിൽ സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായികൃഷ്ണൻ്റെ പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാം അറിയാവുന്നൊരു വ്യക്തിയാണ് മൂപ്പര്. അത് ആൾക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ സായിയുടെ ഒരു സ്വഭാവമുണ്ട്, ആൾ നിഷ്കളങ്കനാണ്, മനസ്സിൽ ഒരുപാട് നന്മയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പുറത്ത് പല ആൾക്കാരും ഹെയ്റ്റ്രെഡും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു നിഷ്കളങ്കതയും നന്മയും അയാൾക്കുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും അയാൾ സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരോടും ഇയാൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ വളരെ ക്ലിയറായിട്ട് പിന്നെ അറിയാം. ഇതുപോലൊരു ഇഷ്യൂസ് നടന്ന സമയത്ത് സായിയുടെ വോയിസും ഫോൺ കോളും ഇതൊക്കെ ലീക്കായിട്ടുണ്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ചില്ലറ കാര്യമല്ല. ഒരാൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ അതിനെ തള്ളുക, ഇത് വിളിച്ച് അതൊക്കെ പറയും. അതൊന്നുമല്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഈ ട്രസ്റ്റ് മനുഷ്യന് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. എനിക്ക് വ്യക്തിയോടൊരു കാര്യം പറയാൻ എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ വ്യക്തിനെ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഫേക്കായിട്ടൊരാൾ കാണിക്കുന്ന സമയത്തും ചില ആൾക്കാർ ട്രസ്റ്റ് ചെയ്ത് പോകും. അത് ആൾക്കാരുടെ ഒരു മോശം ക്വാളിറ്റി അല്ല. അത് അവരുടെ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ, ഈ പുറത്തേക്ക് കാണുന്നില്ല, എവിടെയോ നല്ല മനസ്സിൻ്റെ ഉള്ളിൽ നന്മ ഉണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, എവിടെയോ അയാൾക്ക് മനസ്സിലൊരു നന്മ ഉണ്ട്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് പറയില്ലേ. അതുപോലത്തെ ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ സായികൃഷ്ണൻ. കാരണം എന്ന് വെച്ചാൽ സായിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നന്മ എവിടേക്കോ ഉണ്ട്. അത് പല ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് ഇവർ എന്ത് പരിപാടി കാണിച്ചു, ഇവൻ അങ്ങനെ പറഞ്ഞു, അതൊക്കെ തോന്നും. പക്ഷേ അതൊന്നുമല്ല, ഉള്ളിലൊരു നന്മ ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തി പല കാര്യങ്ങളും പലരോടും വിളിച്ച് പറയുന്നത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ സായിക്ക് അറിയാം എന്നുള്ളത് പലർക്കും അറിയാം, നമുക്കും അറിയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ബന്ധം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവരുടെയുള്ള സംഗതികളും എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് സീക്രട്ട് ഏജൻറ്റായ സായികൃഷ്ണൻ അറിയാം. ആ സായികൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന ജാസ്മിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഗബ്രിനെ ഞാൻ അതിൽ കൂട്ടുന്നില്ല, ജബ്രി പൊളിയാൻ വലിയ പണിയൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. അത് അത്രയൊരു സംഭവമില്ല. ഈ ബിഗ് ബോസ് എന്ന ഷോനെ അത്രയൊരു കണ്ടൻറ്റ് ഡെലിവർ ചെയ്തിട്ടൊരു ഷോ ആക്കി മാറ്റാൻ കഴിവുള്ള ജാസ്മിൻ നോറ. കാരണം സീരിയസ് ആയിട്ട് ഈ പ്രശ്നം അവിടെ എന്തെങ്കിലും രീതിയിൽ ഇത് പുറത്തുനിന്ന് അവതരിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു വ്യക്തി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ജാസ്മിനാണെങ്കിലും നോറയാണെങ്കിലും ഇവർ രണ്ടുപേരെയും പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ ജാസ്മിനാണെങ്കിലും നോറയാണെങ്കിലും അവരെ ഉള്ളിൽ പോയിട്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത വ്യക്തിയല്ല സീക്രട്ട് ഏജൻറ്റ്. പറയാതെ പറഞ്ഞ് ടാർഗറ്റ് ചെയ്തത്. കാരണം ഉള്ളിൽ ഈ വ്യക്തി കയറുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ്, ഒരുമിച്ചല്ല അവർ കയറിയിട്ടുള്ളത് അല്ലേ. ഒരുമിച്ച് ഇൻ ദ സെൻസ് ആദ്യം അവരല്ല കയറിയിട്ടില്ല, പിന്നീട് വൈൽഡ് കാർഡായിട്ടാണ് സീക്രട്ട് ഏജൻറ്റ് കയറിയിട്ടില്ല. അതും ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ ഒരു മാറ്റിപ്പിടിക്കൽ അല്ലെങ്കിൽ ഗെയിം പ്ലാൻ സ്ട്രാറ്റജി ആയിരിക്കും. കാരണം ബിഗ് ബോസ് ടീം പ്രോപ്പർലി ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കയറിയിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ഈ വരുന്ന ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻറ്റിനെ ആര് ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും ബിഗ് ബോസിൻ്റെ ഗെയിം പ്ലാനാണ്. അല്ലാണ്ട് ഈ കയറുന്ന സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും ഈ കയറുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒന്നും ഗെയിം പ്ലാൻ അല്ല. സീക്രട്ട് ഏജൻറ്റ് പോലുള്ള വൈൽഡ് കാർഡുകളെ കൊണ്ട് ജാസ്മിൻ പോലുള്ള ആൾക്കാരെതിരെ കളിപ്പിക്കുന്ന ബിഗ് ബോസാണ് ആക്ച്വൽ ഗെയിം ചേഞ്ചർ അല്ല, എന്താ പറയുക, പ്ലേ മേക്കർ, എന്താ പറയുക, കിങ്, എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, എന്താണെങ്കിലും അത്. ഓക്കെ, അപ്പോൾ ഈ കയറുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, സീക്രട്ട് ഏജൻറ്റിന് വളരെ ക്ലിയർ ആയിട്ട് സംഗതി അറിയാം ഇത് ഏത് രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് സായി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ ബി എ റിയൽ ഗെയിം ചേഞ്ചർ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു കമ്പീറ്റ് ചെയ്യാനായിട്ട് പറയുന്നില്ല. പക്ഷേ ഗെയിം ചേഞ്ചർ ആണെങ്കിലും ഈ എല്ലാവരും പറയുന്നുണ്ട് വൈൽഡ് കാർഡ് പോയിട്ട് മറ്റൊരാൾ ടാർഗറ്റ് ചെയ്യും, മറിച്ചാൽ ഞാനും പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ സ്വയം വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അത് വലിയൊരു ഫാക്ടറാണ്. ഈ ടാർഗറ്റിങ് അവരെ പുറത്താക്കുന്നതിന് കൂടുതൽ സ്വയം അവരും കൂടി വിൻ ചെയ്യാനുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കാം എന്തായാലും ഈ ഒരു വൈൽഡ് കാർഡുകൾ പോകുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് ഇന്നത്തെ ഒരു കാര്യം പറയാനുള്ളത് സീക്രട്ട് ഏജൻറ്റ് റിലേറ്റഡ് ആയിട്ട്. ഇനിയും കുറച്ച് സംഭവങ്ങളുണ്ട്, നമ്മൾ അടുത്ത വീഡിയോസായിട്ട് പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് സീക്രട്ട് ഏജൻറ്റിനെ വളരെ ടൈറ്റായിട്ട് എല്ലാ വീഡിയോസിലൂടെയും ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ആളുടെ ഓരോ വീഡിയോസിലൂടെ അയാൾ പറയുന്ന അഭിപ്രായങ്ങളാണ് എന്നുള്ളതും അത് മാറ്റി പറയുന്ന സമയത്തും നിലപാടുകൾ ചേഞ്ച് ആവുന്ന സമയത്തും എല്ലാ സമയത്തും ഞാൻ ഇതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ, കാരണം ഈവൻ ദോ ഐ ഷെയർ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം, എല്ലാ സമയത്തും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ളൂ. സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, അതിലേറെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ആളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം പറയണം. ആൾ എത്ര സ്ട്രോങ് ആയിട്ട് ആര് വിമർശിച്ചു കഴിഞ്ഞാലും
സീക്രട്ട് ഏജൻറ്റ് ആ ഒരു ഗെയിം സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിലൂടെ എടുത്ത് സംസാരിക്കും. കാരണം വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഞാനൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജും വെക്കാത്ത രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. ഇത് ഞാൻ അയാളെ പൊക്കിയടിച്ച് പറയല്ല. നാളെ ചിലപ്പോൾ അയാൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ അവൻ എന്തെങ്കിലും കാണിക്കുന്നത് നേരെ നിഷ്പക്ഷമായിട്ട് രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ തിരിച്ച് പറയുകയും ചെയ്യും. അത് ഡെഫിനറ്റ്ലി 100% ഷുവറാണ്. അല്ലാണ്ട് ഒരു പൊക്കി അടിക്കുന്നു അല്ലാണ്ട് പ്രീതി പറ്റുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇതിലില്ല. ഓക്കെ. പിന്നെ ഇന്നത്തെ പ്രോമോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പ്രോമോയിൽ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് മാല ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുടി ചെമ്പിച്ചിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് അതുകൊണ്ട് ആ സൂട്ട് ഇട്ടിട്ട് ബാക്കിൽ ചെമ്പമുടി. ഓക്കെ, ചെമ്പമുടിയായിട്ട് ബാക്ക് അത് കാണുന്നത് സീക്രട്ട് ഏജൻറ്റ് സായിയാണ് തോന്നുന്നുണ്ട്. സായി മാലയിടുന്നത് ഗബ്രീനാണ്. ഇവരൊരു മാലടൽ സംഭവമായിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പോസിറ്റീവ് മാലടലായിരിക്കാം, അല്ലെങ്കിൽ ടാർഗറ്റിംഗ് മാലടലായിരിക്കും. എന്താണെന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും അവിടെ ഗബ്രിക്കാണ് ഈ മാല ഇട്ട് കൊടുക്കുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അറിയില്ല. എന്തായാലും ബിഗ് ബോസ് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗെയിം ഷോ. ബിക്കോസ് അത് കുറേ കാര്യങ്ങളൊക്കെ അതിൽ റിയൽ എലിമെൻറ്റ്സ് ഉണ്ട്. എത്രയൊക്കെ ആൾക്കാർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും റിയൽ എലിമെൻറ്റ്സ് അതിലുണ്ട്. പക്ഷേ ഈ റിയൽ എലിമെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ ബിഗ് ബോസിന് പറ്റും. റിയലായിട്ട് ഒരാൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ക്ലിയറായിട്ട് ബിഗ് ബോസിന് പറ്റും. അത് ക്യാമറയുടെ രൂപത്തിലാവാം, സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലാവാം, എന്തിൻ്റെ രൂപത്തിൽ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്നു. ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളും പുറത്ത് നടക്കുന്ന സമയത്തും അവൻ എന്തൊക്കെ എന്നോട് പറഞ്ഞു എന്നുള്ളതൊന്നും ഞാൻ ഇതിലൂടെ പറയുന്നില്ല. ഒന്നും മനസ്സിലിച്ചിട്ടും പറയില്ല. ഞാനതാ പറഞ്ഞ മനസ്സിലെ ശുദ്ധഗതി കൊണ്ട് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ആരുടെയൊക്കെ കയ്യിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല. നമ്മളെന്തായാലും റെക്കോർഡിങ്ങോ വോയിസ് ക്ലിപ്പിൻ്റെയോ അങ്ങനത്തെ ആളല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനൊന്നുമില്ല. നമുക്ക് ആരെയും നശിപ്പിക്കാനോ ആരെയും വളർത്താനോ അങ്ങനത്തെ യാതൊരു ഇതില്ല. നിഷ്പക്ഷമായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വരും കാലങ്ങളിൽ സായി എൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും പുറത്ത് അത്രയധികം സായിക്കാണ് ഏറ്റവും കൂടുതൽ റിപ്രക്കഷൻസ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കാണുന്നത്. കാരണം വെച്ചാൽ പുള്ളി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടൊരു വ്യക്തിയാണ്. ഒരുപാട് ഫാൻ ഇപ്പോൾ 7 ലക്ഷത്തിൽ ചില്ലാനും ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ 14 ലക്ഷത്തോളം ശത്രുക്കൾ ഉണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തിയും കൂടെ വിളിക്ക് പോകുന്നത്. നേരെ മറിച്ച് മറ്റുള്ളൊരു കണ്ടസ്റ്റൻസിനും അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.